മിക്ക പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. വരാനിരിക്കുന്ന രാജാവ്, നിന്നെ ഇതാ കോട്ട കെട്ടി അടച്ചിരിക്കുന്നു, നമുക്കെതിരെ ഉപരോധമേർപ്പെടുത്തിയിരിക്കുന്നു. അവർ വടികൊണ്ട് ഇസ്രായേൽ ഭരണാധിപന്റെ ചെകിട്ടത്തടിക്കുന്നു. ബേത്ലഹേം, എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. അതിനാൽ ഈറ്റുനോവെടുത്തവൾ പ്രസവിക്കുന്നതുവരെ അവൻ അവരെ പരിത്യജിക്കും. പിന്നീട് അവന്റെ സഹോദരരിൽ അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്ക് മടങ്ങിവരും. കർത്താവിന്റെ ശക്തിയോടെ, തന്റെ ദൈവമായ കർത്താവിന്റെ മഹത്വത്തോടെ അവൻ വന്ന് തന്റെ ആടുകളെ മേയ്ക്കും. ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവാനാകിയാൽ അവർ സുരക്ഷിതരായി വസിക്കും. അവൻ നമ്മുടെ സമാധാനമായിരിക്കും. അസീറിയ നമ്മുടെ നാട് ആക്രമിക്കുകയും നമ്മുടെ മണ്ണിൽ കാൽ കുത്തുകയും ചെയ്യുമ്പോൾ നാം അവനെതിരെ 7 ഇടയന്മാരെയും 8 പ്രഭുക്കന്മാരെയും അണിനിരത്തും. അസീറിയയെ വാൾ കൊണ്ടും നിമ്രോദ് ദേശത്തെ ഊരിയ ഖഡ്ഗം കൊണ്ടും അവൻ ഭരിക്കും. അസീറിയ നമ്മുടെ നാട് ആക്രമിക്കുകയും നമ്മുടെ അതിർത്തിയിൽ പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ അവൻ നമ്മെ രക്ഷിക്കും. അന്ന് യാക്കോബിന്റെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ അനേകം ജനതകളുടെ ഇടയിൽ കർത്താവ് വർഷിക്കുന്ന തുഷാരം പോലെയും പുൽത്തലപ്പുകളിലെ മഴത്തുള്ളി പോലെയും ആയിരിക്കും. അത് മനുഷ്യർക്ക് വേണ്ടി തങ്ങി നിൽക്കുകയോ മനുഷ്യ മക്കൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയോ ചെയ്യുന്നില്ല. യാക്കോബിന്റെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ ജനതകൾക്കിടയിൽ, അനേകം ജനതകൾക്കിടയിൽ, വന്യമൃഗങ്ങൾക്കിടയിൽ സിംഹത്തെപ്പോലെയും ആട്ടിൻപറ്റത്തിൽ യുവസിംഹത്തെപ്പോലെയും ആയിരിക്കും. അത് ചവിട്ടിമെതിച്ചും ചീന്തിക്കീറിയും നടക്കും. രക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല. പ്രതിയോഗികളുടെ മീതെ നിന്റെ കരം ഉയർന്നു നിൽക്കും. നിന്റെ സർവ്വശത്രുക്കളും വിച്ഛേദിക്കപ്പെടും. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് നിന്റെ കുതിരകളെ ഞാൻ സംഹരിക്കും, നിന്റെ രഥങ്ങൾ നശിപ്പിക്കും. നിന്റെ ദേശത്തെ നഗരങ്ങൾ ഞാൻ നശിപ്പിക്കും. നിന്റെ ശക്തി ദുർഗങ്ങൾ ഞാൻ തകർക്കും. ആഭിചാരവൃത്തികളെല്ലാം നിന്നിൽ നിന്ന് ഞാൻ നീക്കം ചെയ്യും. നിനക്ക് ഇനിമേലിൽ പ്രശ്നം വയ്ക്കുന്നവരുണ്ടാവുകയില്ല. നിന്റെ വിഗ്രഹങ്ങളും സ്തംഭങ്ങളും ഞാൻ എടുത്തു കളയും. നിന്റെ തന്നെ കരവേലകൾക്ക് മുൻപിൽ ഇനിമേൽ നീ പ്രണമിക്കുകയില്ല. നിന്റെ അക്ഷരാപ്രതിഷ്ഠകളെ ഞാൻ നിർമൂലനം ചെയ്യും. നിന്റെ നഗരങ്ങളെ ഞാൻ നശിപ്പിക്കും. എന്നെ അനുസരിക്കാത്ത ജനതകളോട് ഞാൻ ക്രോധത്തോടെ പ്രതികാരം ചെയ്യും. ദൈവവചനമാണ് നാം ശ്രവിച്ചത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.